ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു വരിക്കച്ചക്ക കിട്ടിയിട്ടുണ്ട്. അപ്പം ചക്ക ഇട ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പം ഞാൻ അതിന് വയണയില എടുക്കാൻ വന്നതാണ് കേട്ടോ. വയണയില ദേ ഇവിടെ ഒരു ചെറിയ മരമാണ്, പക്ഷേ ഇവിടെ 2-3 മരങ്ങളുണ്ട്. ചെറിയ മരങ്ങളാണെങ്കിലും കുറച്ച് ഇല അതിനകത്തുണ്ട് കേട്ടോ. അപ്പോൾ അതെടുക്കാനായിട്ടാണ് വന്നത്. ഇതിങ്ങനെ ചാച്ച് എടുക്കാവേ. ഇത് അവിടെ നിൽപ്പുണ്ട്. ഇങ്ങനെ ഓരോന്നായിട്ട് ഒടിച്ചെടുക്കാം. നല്ല മണമാണ് കേട്ടോ വയണ. ഞാൻ ഇന്നാൾ കറുകപ്പട്ടയുടെ വീഡിയോ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. ആ സമയത്ത് എല്ലാവരും ചോദിച്ചായിരുന്നു ഇതും അതും സെയിം ആണോ എന്ന്. അല്ല കേട്ടോ, വ്യത്യാസമുണ്ട്. അതിൻ്റെ ഇല നമ്മൾ വായിലിട്ട് ചവയ്ക്കുന്ന സമയത്ത് ചെറിയ ഒരു എരിയൊക്കെ തോന്നും. പക്ഷേ ഇത് അങ്ങനെ എരിയത്തൊന്നുമില്ല കേട്ടോ. നല്ല മണമുള്ളതാണേ. അപ്പോൾ ചക്കയുടെ ഉണ്ടാക്കാനുള്ള ഇല എടുക്കട്ടെ. നന്നായിട്ട് മഴ പെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി ഞാൻ കുറച്ച് വാഴയിലയും കൂടെ വെട്ടിയെടുക്കാൻ പോവുകയാണ്. നമുക്ക് ചക്ക പൊളിച്ച് ക്ലീൻ ചെയ്തിടുന്ന സമയത്ത് ഇട്ട് വയ്ക്കാൻ വേണ്ടിയിട്ട്. ഇത് കാവേരി വാഴയുടെ ഇലയാണ് കേട്ടോ. നല്ല ഇലയാണ്, നന്നായിട്ട് ഇലയ്ക്ക് നല്ല വാഴയത്. ഈ കാവേരി വാഴയില പഴം ഷുഗർ ഉള്ളവർക്കും കൂടെ കഴിക്കാൻ പറ്റുന്നതാണ് കേട്ടോ. നല്ല ഷുഗർ പേഷ്യൻസ് ഒക്കെ ആയിട്ടുള്ളവർക്കും കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു പഴവും കൂടിയാണിത്. തേനീച്ച വന്ന് തേൻ കുടിച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ ഇത് വാഴക്കൊമ്പിൽ നിന്ന്. ചക്ക ഇതിനകത്ത് കാച്ചിപ്പുണ്ട് കേട്ടോ. ഇതിലെ ചക്കയല്ല ഞാൻ എടുത്ത്, എനിക്ക് വേറെ ചക്ക കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇതായിട്ടില്ല, ഇതിങ്ങനെ ആവാറായി വരുന്നതേ ഉള്ളൂ. വയണേരെ 2 തൈയും കൂടെ കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്കത് വീട്ടിൽ കൊണ്ടുപോയി നടാം. അതിനും കൂടെ വേണ്ടിയിട്ടാണ് ഞാനിത് എടുത്തത്. ഇവിടെ നമ്മളിങ്ങനെ വയണയില എടുത്തതിൻ്റെ അവിടെ തന്നെ സൈഡിൽ കൂടെ ഉണ്ടായിരുന്നു. മുന്നേ ഒരു വലിയ മരം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ തൈ ആയിരിക്കണം സൈഡിലൊക്കെ പിടിച്ച് നിൽപ്പുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അതിനെടുത്തു. ഇവിടെ ഒരു കപ്പളങ്ങ കൂടെ കാച്ചിപ്പുണ്ട്. നല്ല പൊക്കത്തിൽ അത് എടുക്കാൻ പറ്റത്തില്ല. ഇനി അത് കിളികൾ കൊണ്ടുപോകും. ഇവിടുന്ന് അപ്പോൾ ഈ ഇലയും കൂടെ കഴുകിയിട്ട് നമുക്ക് വീട്ടിലോട്ട് പോവാം. അപ്പോൾ അവിടെ ചെല്ലുമ്പോഴേക്കും ഒന്ന് തോർന്നിട്ടുകയും ചെയ്യുക. ഇതിപ്പോൾ ഞാൻ നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. ഓരോ ഇലയായിട്ട് എടുത്ത് കഴുകിയിട്ട് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൽ ചിലപ്പോൾ വലയൊക്കെ കാണും. അപ്പോൾ ആ വലയൊക്കെ ഉണ്ടോ എന്ന് നോക്കിയിട്ടാണ് കഴുകിയത് കേട്ടോ. ഇപ്പോൾ ഞാൻ കഴുകി കഴിഞ്ഞ കേട്ടോ. ഇനിയപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോവാം. ഇതേ പഴുത്ത ചക്ക ഞാൻ കൊണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇത് കട്ട് ചെയ്തെടുക്കാം. ഇതിങ്ങനെ നീളത്തിനാണ് കട്ട് ചെയ്യുന്നത് കേട്ടോ. കുറച്ചുകൂടി എളുപ്പമായിരിക്കും ഇളക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ നീളത്തിന് കട്ട് ചെയ്തിട്ട്. ഇത് ഞാൻ ചക്ക ഇവിടെ ഇങ്ങനെ നീളത്തിന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതിങ്ങനെ ആക്കി കൊടുക്കുമ്പോൾ ഇതെല്ലാം ഇളകി വരും കേട്ടോ. ഇങ്ങനെ ഇത് നമുക്ക് എടുക്കാൻ എളുപ്പമായിരിക്കും. അപ്പോൾ ഇതെല്ലാം ഇളക്കിയെടുക്കാം. ഇത് വരിക്കച്ചക്കയാണ് കേട്ടോ. കൂഴയിലും ഉണ്ടാക്കാറുണ്ട്. കൂഴയെന്ന് തന്നെയാണോ എന്തോ എല്ലായിടത്തും പറയാറ്. ഞങ്ങൾക്ക് ഇവിടെ വരിക്കയും കൂഴയാണുള്ളത്, 2 ചക്കകൾ. അപ്പോൾ കൂഴയാകുമ്പോൾ കുറേ ഇങ്ങനെ അതിങ്ങനെ കുഴഞ്ഞിട്ടിരിക്കും. വരിക്കയാകുമ്പോൾ കടിക്കാൻ കിട്ടും. ഞങ്ങൾക്കിവിടെ വരിക്കയാണ് ഇഷ്ടം കേട്ടോ. കൂഴയിലും ഉണ്ടാക്കാറുണ്ട്, എന്നാലും വരിക്കയിലാണ് കുറച്ചുകൂടി നല്ല ടേസ്റ്റ് ചക്കയുടെ ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ ഇതെല്ലാം ഇളക്കിയെടുക്കട്ടെ. ചക്കയുടെ ഞാനിപ്പോൾ പുറത്ത് വെച്ചുണ്ടാക്കാമെന്നൊക്കെയാണ് വിചാരിച്ചത് കേട്ടോ. പക്ഷേ മഴയായത് കാരണം പുറത്ത് വെച്ചാക്കുന്നത് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അത് കാരണം തന്നെ ഞങ്ങളിന്ന് കിച്ചനകത്താണ് ചെയ്യാൻ പോകുന്നത്. ഇത് ഏകദേശം ക്ലീൻ ചെയ്ത് കഴിയാറായി കേട്ടോ. ക്ലീൻ ചെയ്തല്ല, ഇങ്ങനെ ഇളക്കിയെടുത്ത് കഴിയാറായി. ഇതിൻ്റെ ഉള്ളിൽ ചവണിയൊക്കെ കിടപ്പുണ്ട് കേട്ടോ. ഇനി ഈ ചവണിയെല്ലാം ക്ലീൻ ചെയ്യണം. ചവണി എന്ന് പറയുന്നത് ഈ ഒരു വെള്ള സാധനമാണ് കേട്ടോ. ഇതിനെയാണ് ചവണി എന്ന് പറയുന്നത്. ഇത്
കളയണം. അതുപോലെ ഇതിൻ്റെ ഉള്ളിൽ കുരു ഉണ്ട്, ആ കുരുവും മാറ്റണം. ഇപ്പം ഞാൻ ക്ലീൻ ചെയ്തെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി അകത്തേക്ക് പോയിട്ട് നമുക്കിത് കുരുവൊക്കെ കളഞ്ഞ് ചക്കയുടെ ഉണ്ടാക്കാനായിട്ട് അരച്ചെടുക്കാം. ഇപ്പോൾ ചക്കയുടെക്ക് വേണ്ടിയിട്ട് ചക്ക എല്ലാം ചെറിയ പീസുകളായിട്ട് കേട്ടോ, ഇതിങ്ങനെ തോരത്തിനൊക്കെ അരിയുന്നത് പോലെ ചെറിയ പീസുകളായിട്ട് ഇങ്ങനെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ കുറച്ച് ചക്ക അരച്ചും വെച്ചിട്ടുണ്ട്. തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ ജീരകവും ഏലക്കയും കൂടെ പൊടിച്ചതാണ് കേട്ടോ, അതുകൊണ്ട്. അതുപോലെ തന്നെ നെയ്യിൽ ഞാനിവിടെ തേങ്ങ ഇങ്ങനെ ചെറിയ പീസുകളാക്കിയിട്ട് കട്ട് ചെയ്ത് വറുത്തുകൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്കത് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം ഞാൻ കുറച്ച് റവ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. റവയും അതോടൊപ്പം തന്നെ നമുക്ക് കുറച്ച് മാവ് കൂടി, അതായത് അരിപ്പൊടിയും കൂടെ ചേർക്കണേ. കുറച്ച് അരിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. റവ വറുത്തതാണ് കേട്ടോ. അരിപ്പൊടിയും കൂടെ കുറച്ചിട്ട് കൊടുത്തേ. അതും കൂടി ഇട്ടിട്ട് ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കും. ഇനി ഞാൻ കുറച്ച് ഉപ്പ് ചേർക്കുവാണ് കേട്ടോ. ഉപ്പും അതോടൊപ്പം തന്നെ നമുക്ക് ഈ അരച്ച് വെച്ച ചക്കയില്ലേ, അതും കൂടി ഇതിൻ്റെ ഒപ്പം ചേർത്ത് കൊടുക്കാം കേട്ടോ. അതും ഇട്ട് ഇനി നമുക്ക് എല്ലാം തന്നെ ഈ സമയത്ത് ചേർക്കും. ഏലക്കപ്പൊടിയും എല്ലാം ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ മാവ് നന്നായിട്ട് കുഴച്ചെടുക്കണം. ഇതിപ്പോൾ ഞാൻ ഏലക്ക പൊടിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഉള്ളിൽ പഞ്ചസാര കൂടി ചേർത്ത് ഇട്ടതാണേ, അതുകൊണ്ടാണ് അങ്ങനെ ഇരിക്കുന്നത് കേട്ടോ. പഞ്ചസാരയും കൂടി ചേർത്തിട്ടാണ് പൊടിച്ചെടുത്തത്. ഇനി അതിൻ്റെ കൂടെ കുറച്ച് തേങ്ങയും കൂടി ചേർക്കും. പിന്നെ നെയ്യ് ചേർത്തിട്ടാണ് ഞാൻ നേരത്തെ തേങ്ങ ചെറിയ പീസുകളാക്കിയിട്ട് വറുത്തെടുത്തിരിക്കുന്നത്. അതും കൂടി ഇതിൻ്റെ കൂടെ ചേർക്കുവാണ്. അതും കൂടി ചേർത്തിട്ടുണ്ട്. ചെറിയ നെയ്യൊക്കെ അതിൻ്റെ ഉള്ളിലേക്ക് പോയിട്ടുണ്ട് കേട്ടോ. നെയ്യും കൂടി അതിൻ്റെ ഉള്ളിൽ വരുന്നുണ്ട്. ഇനി നന്നായിട്ട് കുഴച്ചെടുക്കുവാണ് കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ശർക്കര പാനി ഇപ്പോഴും ഞാൻ ചേർത്തിട്ടില്ല കേട്ടോ. ശർക്കര നന്നായിട്ട് പാനി കാച്ചി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഈ മാവ് മധുരം തേങ്ങയ്ക്ക്, അതായത് നമ്മുടെ ചക്കയ്ക്ക് നല്ല മധുരം ഉണ്ടെങ്കിൽ അതനുസരിച്ച് മാത്രം ചേർത്താൽ മതി കേട്ടോ ശർക്കരപ്പാനി. ഇനി ഞാൻ കുറച്ച് ചേർക്കുവാണേ. ഇത് കുറച്ച് ലൂസായിട്ടാണ് ഞാനിങ്ങനെ മിക്സ് ചെയ്തെടുക്കുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ റവ നമ്മൾ ആവി വരുന്ന സമയത്ത് കുറച്ചുകൂടി ഒന്ന് ടൈറ്റ് ആവും. അത് കാരണമാണ് ഞാൻ കുറച്ച് ഒന്ന് ലൂസാക്കിയാണ് കുഴയ്ക്കുന്നത്. ഇനി ഞാൻ ഇല എടുത്ത് കുമ്പിൾ കൂട്ടിയിട്ട് ഇതാക്കാൻ പോവുകയാണ്. ഇങ്ങനെ തിരിച്ച് വയ്ക്കുക. ഇതിൻ്റെ ഉള്ളിലേക്ക് ഇത് ഫില്ല് ചെയ്ത് കൊടുക്കും കേട്ടോ. എന്നിട്ട് ആ കുമ്പിൾ ചേർത്തടയ്ക്കും. ഇങ്ങനെ സിമ്പിളാണ് കേട്ടോ. ഇങ്ങനെ വെച്ച് ഇവിടെ ഇങ്ങനെ ചേർത്ത് വെക്കും. കഴിഞ്ഞു. ഇനി ഇത് ആവിയിൽ പുഴുങ്ങിയെടുക്കേ. ഇങ്ങനെ വേഗം ചെയ്യാം കേട്ടോ. എല്ലാം ഒത്തിരി ഉണ്ട്. അതുപോലെ തന്നെ ചിക്കു വരാറായി സ്കൂളിൽ നിന്ന്. അതിന് മുന്നേ എനിക്ക് വേഗം ചെയ്തിട്ട് പോകണം. ചെയ്തിട്ട് ചിക്കുവിനെ കൂട്ടാൻ പോകണം കേട്ടോ. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് കുളിക്കണം. കുളിച്ചിട്ടൊക്കെ വേണം പോയി. പക്ഷേ ഞാനിത് ചെയ്ത് കഴിഞ്ഞിട്ടൊന്ന് കഴിച്ച് നോക്കിയിട്ട് പോകുന്നുള്ളൂ കേട്ടോ. അപ്പോഴേക്കും ആവുമായിരിക്കും. ഞാൻ എല്ലാം കുമ്പിൾ കൂട്ടി ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അത് ആവിയിലാക്കി പുഴുങ്ങിയെടുത്താൽ മതി കേട്ടോ. ഇത്രയും ആക്കി വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് വേണ്ടിയിട്ട് മാത്രമല്ല കേട്ടോ. ഇന്ന് ഞങ്ങളുടെ ഇവിടെ ഒരു ചെറിയ ഫംഗ്ഷൻ ഉണ്ട്. ഞങ്ങളുടെ ഇവിടെ അല്ല, ചേച്ചിയുടെയും ചേട്ടൻ്റെയും വെഡിങ് ആനിവേഴ്സറിയാണ് കേട്ടോ. അപ്പോൾ അവിടെ ചക്കയിൽ നിന്ന് എപ്പോഴും കിട്ടുന്നതല്ലല്ലോ. അപ്പോൾ കുട്ടികളൊക്കെ വരുമ്പോൾ അവർക്ക് കഴിക്കാൻ കൊടുക്കാമെന്ന് വിചാരിച്ചു. എപ്പോഴും കേക്കൊക്കെ അല്ലേ കഴിക്കുന്നത്. അപ്പോൾ ഇന്ന് കേക്കിനോടൊപ്പം ഇതും കൂടി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുട്ടികൾക്ക് അത് ഒരു എക്സ്പീരിയൻസ് ആവുമല്ലോ. ചക്കയുടെ എല്ലാവരും എപ്പോഴും ഒന്നും കഴിക്കുന്ന സംഭവമല്ലല്ലോ. അപ്പോൾ ഇഷ്ടമുള്ള കുട്ടികളുണ്ടെങ്കിൽ കഴിച്ചോട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാനിത് ഉണ്ടാക്കിയത് കേട്ടോ. അപ്പോൾ അവർക്കും കൂടി വേണ്ടിയിട്ടാണ് ഇത്രയും തന്നെ തയ്യാറാക്കുന്നത്. ഇനി ഞാൻ ആവിയിലേക്ക് പുഴുങ്ങാൻ വയ്ക്കുവാണ് കേട്ടോ. നന്നായിട്ട് വെള്ളം തിളയ്ക്കാനായിട്ട് നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം വെള്ളം നന്നായിട്ട് തിളച്ചതിന് ശേഷമാണ് ഞാനിത് വയ്ക്കുന്നത്. ഞാൻ എല്ലാം തന്നെ ഒരുമിച്ച് വെക്കാൻ പറ്റുമെന്ന് തോന്നില്ല കേട്ടോ. കുറച്ച് ആദ്യം പുഴുങ്ങിയെടുത്തിട്ട് പിന്നെ ബാക്കി അങ്ങനെ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. ചക്കയുടെ പുഴുങ്ങി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനൊന്ന് കഴിച്ച് നോക്കട്ടെ. നല്ല ചൂടാണ്. വൈകുന്നേരം ആവുന്നേ ഉള്ളൂ. നല്ല ചൂടാണ്. ഇനി വൈകിട്ടാണ് അങ്ങോട്ട് കൊണ്ടുപോകേണ്ടത് കേട്ടോ. ഞാൻ കഴിച്ച് നോക്കട്ടെ. നല്ല മധുരമുണ്ട്. നല്ല സോഫ്റ്റുമാണ്. കാരണം ഈ റവ വെച്ചിട്ടുണ്ടാക്കുന്നതുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റായിട്ടിരിക്കും.
അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിലൂടെ കാണുന്നത് വരെ ബൈ.